ഓണം സ്പെഷ്യൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള പച്ചക്കറികൾ: ചേന, വെള്ളരിക്ക, പാവയ്ക്ക, കുമ്പളങ്ങ, പച്ചക്കായ, പിന്നെ വേണ്ടത് ക്യാരറ്റ്, പച്ചപ്പയർ, മുരിങ്ങയ്ക്ക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ ചുവട് കട്ടിയുള്ളൊരു ചെമ്പിലേക്ക് മാറ്റുക. ഒരു 4-5 പച്ചമുളക് കീറി അതിലേക്കിടുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന്, അതായത് അധികം വെള്ളം വേണ്ട, ഇത്രയും പച്ചക്കറികൾക്ക് ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. ഒരു കറിവേപ്പില തണ്ടും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 1.5 മുറി നാളികേരമാണ്. അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് അരച്ചതാണ്. അരപ്പ് നന്നായിട്ട് അരയാൻ പാടില്ല, ഒരു ചതച്ച പോലെ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടെ ആവിയിൽ വേവിക്കാം. ഒരു 3-4 മിനിറ്റോളം കുക്കായ ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കി സെറ്റാക്കി വയ്ക്കാം. കഷ്ണങ്ങളുടെ വേവ് അറിയാനായിട്ട് ചേന, കായ അതൊക്കെ എടുത്തൊന്ന് നീക്കി നോക്കിയാൽ അറിയാം. അതിൻ്റെ വേവിനനുസരിച്ചായിരിക്കും പച്ചക്കറികളുടെ വേവ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എന്തെങ്കിലും വറ്റാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കൂടുതൽ കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് വറ്റിക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അത്യാവശ്യം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അല്പം തൈരും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും പുളിക്കനുസരിച്ചാണ് കേട്ടോ. പുളി നന്നായിട്ടുള്ള തൈരാണെങ്കിൽ അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി പുളിയും ഉപ്പും ഒക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ഏകദേശം നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതാണ്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഇടുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഒരു മണവും ഒക്കെ നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്. ഇനി അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വാങ്ങി വയ്ക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ അവിയൽ റെഡി.